തൊഴിൽ തേടി ഈ രാജ്യത്ത് പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഏതൊരു വ്യക്തിയും അവൻ ഒരു നല്ല എംപ്ലോയി ആയി തീരണമെങ്കിൽ, ഒരു നല്ല രൂപത്തിലുള്ള സത്യസന്ധനായ ഒരു തൊഴിലാളിയും ഒരു എംപ്ലോയിയും ഉദ്യോഗസ്ഥനുമായി തീരണമെങ്കിൽ അവന്റെ മനസ്സിലും ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇത് തന്നെയാണ്: ആരും കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഇവിടെ ജോലിയെടുക്കുന്ന, തൊഴിലെടുക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത, എനിക്ക് ഈ തൊഴിൽ തന്ന് എന്നെ അനുഗ്രഹിച്ചത് എൻ്റെ റബ്ബാണ്. എൻ്റെ മികവ് കൊണ്ട് കിട്ടിയതൊന്നുമല്ല, എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. മികവും വിദ്യാഭ്യാസവും ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ആളുകൾ ഇന്റർവ്യൂകൾക്ക് വേണ്ടി നാടൊട്ടാകെ എത്രയാണ് അലഞ്ഞു നടക്കുന്നത്. പക്ഷേ അത്രയൊന്നും ഇല്ലാതിരുന്നിട്ടും എനിക്കൊരു ജോലി തന്നില്ലേ? എൻ്റെ മികവല്ല, എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, എന്നെ പരീക്ഷിക്കുകയാണ്. ഈ ജോലിയിൽ ഞാൻ ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ? അതിന് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? ഉത്തരവാദിത്തം കൃത്യമായി ഞാൻ നിർവഹിക്കുന്നുണ്ടോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സായിലുൻ, ചോദ്യം ചെയ്യും, ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ മഹ്ശറിൽ ചോദിക്കും. എന്താ ചോദ്യം? ഡ്യൂട്ടി കൃത്യമായി സൂക്ഷിച്ചുവോ? ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചുവോ? അതോ അതിൽ ഉഴപ്പിയോ? അതോ അതിൽ പാകപ്പിഴവ് വരുത്തി അതിനെ നഷ്ടപ്പെടുത്തിയോ എന്ന ചോദ്യം പരലോകത്തുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു വിഷയം പറയുന്നിടത്താണെങ്കിലും ഒരു പൊതു തത്വം പറഞ്ഞത്, അമാനത്തുകൾ ഏതൊക്കെ ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഞാനോ നിങ്ങളോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ആ അമാനത്ത് കൃത്യമായി വീഴ്ച വരുത്താതെ നിർവഹിച്ചോളണം. തന്റെ യജമാനായ റബ്ബാണ് തനിക്കത് നൽകിയതെന്ന ബോധത്തോടെ അവനെ സൂക്ഷിച്ച് ജീവിക്കണം. അതുകൊണ്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് മുഴുവനും ശ്രദ്ധിക്കുക, സമയനിഷ്ഠ പാലിക്കണം. നമുക്ക് നമ്മുടെ മുതലാളിയുമായി ഒരു കോൺട്രാക്ട് ഉണ്ടാകും. ഇന്ന സമയത്ത് പഞ്ചിങ് ഉണ്ട്, ഇന്ന സമയത്ത് തുടങ്ങണം, ഇന്ന സമയത്ത് അവസാനിപ്പിക്കണം. സമയനിഷ്ഠ വേണം, ഉഴപ്പാൻ പാടില്ല. അതേപോലെ തന്നെ ജോലി നിർവഹണത്തിൽ വലിയ ശ്രദ്ധയുണ്ടാകണം. അതെന്റെ മുതലാളി കാണുന്നുണ്ടോ? എൻ്റെ ബോസ് ശ്രദ്ധിക്കുന്നുണ്ടോ? അയാൾ ഇന്ന് ലീവാണോ? അയാൾ എന്നെ നോക്കുന്നുണ്ടോ? CCTVയിൽ അവിടെ ദൃശ്യങ്ങൾ വരുവോ? അതൊന്നും അല്ല നീ ചിന്തിക്കേണ്ടത്. നീ ചിന്തിക്കേണ്ടത് എന്താണ്? അലം യഅലം ബി അന്നല്ലാഹ യറാ. അലം യഅലം, മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ? ബി അന്നല്ലാഹ യറാ, തീർച്ചയായും അല്ലാഹ് കാണുന്നുണ്ടെന്ന്. റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്. ഇതെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് കൃത്യമായി ഞാൻ നിർവഹിക്കണം എന്ന് പ്രത്യേകമായും മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. തൻ്റെ സഹപ്രവർത്തകരോട് അത് സംസാരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫോണിൽ മുഴുകിയും സമയം പാഴാക്കാതെ ആത്മാർത്ഥമായി ഡ്യൂട്ടി നിർവഹിക്കണം. ഇസ്ലാമിന്റെ നിയമമാണത്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഒരു ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ, ഒരു തൊഴിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആ തൊഴിൽ വൃത്തിയായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. അതേപോലെ തന്നെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് വളരെയേറെ നല്ല രൂപത്തിലായിരിക്കണം പെരുമാറ്റമുണ്ടായിരിക്കേണ്ടത്. ഏതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നല്ല കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സഹകാരികളാവണം. ഒരാൾ മറ്റൊരാൾക്ക് പാരയാവരുത്. പിന്നെ മറിച്ച് എങ്ങനെയാവണമെന്നാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് മുസ്ലിമീങ്ങൾ? കൽ ബുന്യാനി യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികകളും കല്ലുകളും ഒക്കെ ഒന്നൊന്നിന് കരുത്തു പകരുകയാണ് ചെയ്യുക, ഒന്ന് മറ്റൊന്നിന് പാരയായി വർത്തിക്കുകയല്ല ചെയ്യുക. അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ ഒപ്പം ജോലി ചെയ്യുന്ന തൊഴിലാളികളോട്, സഹപ്രവർത്തകരോട് ഏറ്റവും നല്ല പെരുമാറ്റമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അവരുടെ കഴിവുകളെ മാനിക്കണം, അവരെ ഒരിക്കലും അവമതിക്കരുത്. അസൂയ പാടില്ല. തന്നെക്കാൾ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണെന്ന നിലയ്ക്ക് അവനോട് അസൂയ ഉണ്ടാകരുത്. അവനെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറയരുത്. അവനെക്കുറിച്ച് ബോസിനോട് പോയിട്ട് ഇല്ലാത്തൊരു നമീമത്ത് പറയരുത്. എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സഹായിയായിട്ടാണ് ഉണ്ടാകേണ്ടത്. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹുവിന്റെ സഹായം എപ്പോഴും ഒരടിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോൾ? തൻ്റെ കൂടെയുള്ളവരോട് അവൻ സഹായിയായി വർത്തിക്കുന്ന കാലത്തൊക്കെയും റബ്ബിന്റെ സഹായം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഒരു തൊഴിലാളിയുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത എന്താണ്? അവൻ എപ്പോഴും അപ്ഡേഷൻ നേടിയവനായിരിക്കണം. താൻ ചെയ്യുന്ന തൊഴിലിൽ എന്തോ പഠിച്ചു, ആ പഠിച്ചതൊന്നും ഇനി മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല എന്ന നിലപാടുണ്ടാകരുത്. ഒരു ഉദ്യോഗസ്ഥൻ അവനൊരു ശരിയായ സത്യസന്ധനാണെങ്കിൽ അവൻ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം.
ഓരോ വിഷയങ്ങളും. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഇന്നത്തെ പ്രത്യേകമായ ടെക്നോളജി അല്ലെങ്കിൽ ഇന്നത്തെ അതിൻ്റെ ആധുനികമായ വിവരങ്ങൾ എന്താണ് എന്ന് തൻ്റെ തലയിൽ ഉണ്ടാകണം. അങ്ങനെ സ്ഥിരോത്സാഹിയാവണം, മടിയാനാകരുത്. എന്തോ ഉഴപ്പുന്നൊരു ജോലി കിട്ടി അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകില്ല. തൻ്റെ കരിയറിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ അതിശക്തമായ നിലയ്ക്ക് എന്തൊക്കെ നേടണോ, സ്ഥിരോത്സാഹിയായ നിലയ്ക്ക്, ഏറ്റവും കൂടുതൽ നല്ല നിലയ്ക്ക്, അതേത് രംഗത്തും തനിക്ക് ദീനിയായ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ, അള്ളാഹ് റസൂലിനോട് പോലും പറഞ്ഞത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണം. അത് ദീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ദുനിയാവിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അറിവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ഥിരോത്സാഹിയുടെ ഏറ്റവും മികച്ച ഒരു ഗുണം തന്നെയാണ്. മാത്രമല്ല പുതിയ സഹപ്രവർത്തകരോട് കൂടുതൽ വിനയം കാണിക്കണം ഒരു ഉദ്യോഗസ്ഥൻ. കാരണം എന്താ, ഇവനവിടെ കുറച്ച് സീനിയോറിറ്റി ഉണ്ട്, ഇയാൾ ഇന്നലെ വന്നയാളാ, അയാളെ കുറച്ച് കൂടുതൽ തൻ്റെ ഉത്തരവാദിത്വം കൂടി അവനെ ഏൽപ്പിച്ചിട്ട് അവനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ നോക്കുക, അവൻ്റെ ഒരു മേലാളനാവുക, അവൻ്റെ മുമ്പിൽ ഒരു ബോസ് ചമയുക, അവനെ ഒന്ന് പ്രയാസപ്പെടുത്തുക, അതൊന്നും അല്ല ഉണ്ടായിരിക്കേണ്ടത്. മറിച്ച് ഇന്നലെ വന്നവനാണെങ്കിലും ഞാൻ ഏറെ സീനിയോറിറ്റി ഉള്ളവനാണെങ്കിലും വിനയം കാണിക്കണം. അതൊക്കെ റബ്ബിന്റെ നന്മയും പുണ്യവും ഒക്കെ നമുക്ക് കിട്ടാനുള്ള കാരണങ്ങളായി മാറും. അല്ലെങ്കിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഒരു പ്രതിഫലവും ഒരിക്കലും അവർക്ക് നഷ്ടമാവുകയില്ല, നാം അവർക്കത് നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൊഴിലിടങ്ങളിൽ ഒരു ഹോണസ്റ്റ് എംപ്ലോയി ആയി മാറണമെങ്കിൽ, സത്യസന്ധനായ ഒരു എംപ്ലോയി ആയി ജീവിക്കണമെങ്കിൽ ആവശ്യമായ ഈ നിലക്കുള്ള എല്ലാ അമാനത്തുകളും കാത്തു സൂക്ഷിക്കുന്നവരിൽ ഉൾപ്പെടേണ്ടതുണ്ട്. അപ്പോഴേ നാം വാങ്ങുന്ന നമ്മുടേതായ വരുമാനവും നമ്മുടെ ഇൻകമുകളും സാലറികളും നമുക്ക് ഹലാലാവുകയുള്ളൂ.